എന്തായാലും ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ കടന്നാക്രമണം എല്ലാം ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, ഒരിക്കലും പുറകോട്ട് പോകില്ല. ഇത് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അത് ഇനിയും ഞാൻ കണക്ക് സഹിതം തുറന്നു പറയുന്നതാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ഇത്ര വിരളി പിടിച്ച് സമസ്ത ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? ഞാൻ അനിൽ നമ്പ്യാറിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് ഞാൻ അല്പം വൈകിയാണ്. അനിലെ, ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ചെവിയിൽ വരുന്നുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. ശരി. അപ്പോൾ ഞാൻ ആ മറുപടി പറയാം. അതിനു മുമ്പ് ഞാൻ അല്പം വൈകിയാണ് വന്നത്. എനിക്ക് അടിയന്തരമായി യോഗം ഉണ്ടായിരുന്നുകൊണ്ടാണ് വൈകി വന്നത്. പ്രേക്ഷകരും ജനം ചാനലും ക്ഷമിക്കണം. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസും കോൺഗ്രസിൻ്റെ സർക്കാരുകളും ഇതുവരെ ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ സമീപനങ്ങൾ, പ്രവർത്തനങ്ങൾ, അതെല്ലാം ഈ ജൂൺ 25-ന് ഉയർത്തിക്കാട്ടുന്ന വലിയ പ്രക്ഷോഭം ഭാരതീയ ജനതാ പാർട്ടി ഭാരതം മുഴുവനും ജനങ്ങളെ ഉത്ബുദ്ധരാക്കിയിട്ടുള്ള പരിപാടികൾ നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ അല്പം വൈകിയത് എന്ന് ഖേദപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ വൈകി വന്ന സമയത്ത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പറയുന്നത് വ്യക്തമായി കേൾക്കാം. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അല്പം വൈകിട്ടാണെങ്കിൽ പോലും എൻ്റെ സുഹൃത്ത് റെജി ലൂക്കോസ് പറഞ്ഞു, വോട്ടിന് വേണ്ടിയിട്ടല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഹമാസിനെ മാത്രമല്ല, എവിടേക്കാണോ കുഞ്ഞുങ്ങളും പാവപ്പെട്ടവരും സ്ത്രീകളും വേദനിക്കുക അവിടെയെല്ലാം ഞങ്ങളുണ്ടാവും. ഞങ്ങളെപ്പോലെ ലോകത്തെ സമാധാനം ആഗ്രഹിക്കുന്നവർ, ഞങ്ങളെപ്പോലെ ലോകത്തെ മറ്റു പലരും ഉണ്ടാവും. എന്താ റെജി ലൂക്കസെ, നിങ്ങൾ കാശ്മീരിൽ കണ്ടില്ല? കാശ്മീരിലെ സ്ത്രീകൾ വെടിയുണ്ടക്കിരയായപ്പോൾ കാശ്മീരിലെ കുഞ്ഞുങ്ങളെ നാട് വെടിയിപ്പിക്കുക, അവിടെ നിന്ന് ഓടിച്ച് സകലതും അവരുടെ പിടിച്ചു വാങ്ങി ആ നാട്ടിലെ ജനങ്ങളെ ആ നാട്ടിൽ നിന്ന് ഓടിച്ചപ്പോൾ നിങ്ങളെ കണ്ടില്ലല്ലോ, നിങ്ങൾ മിണ്ടിയില്ലല്ലോ, ഒരു വാക്ക് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. നിങ്ങൾ കാശ്മീർ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുത്ത നമ്മുടെ കേരളത്തിലെ ബുക്കർ നേതാവിനെ സംരക്ഷിക്കുന്ന സമീപനമല്ലേ നിങ്ങൾ സ്വീകരിച്ചത്? നിങ്ങൾ എവിടെയെങ്കിലും കാശ്മീർ വിഷയത്തിൽ കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചോ? അതെന്താ കാരണം? അവർ ഹിന്ദുക്കളായതുകൊണ്ടല്ലേ? അവർ ഈ നാട്ടിലെ ഈഴവരെ പോലെയുള്ള ഹിന്ദുക്കളായതുകൊണ്ടാണ് നിങ്ങൾ അവരുടെ വാക്ക് വിളിച്ചു പറയാതിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, വേറൊരു ചോദ്യം. നിങ്ങൾ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് പരിക്ക് പറ്റിയ ഞങ്ങളുണ്ടാവും. ഈ ഹമാസിൻ്റെ മിസൈൽ ആക്രമണമേറ്റ് നമ്മുടെ ഈ കേരളത്തിലെ ഒരു സ്ത്രീ, ഇസ്രയേലിലുണ്ടായിരുന്നൊരു സ്ത്രീ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അവരുടെ ശരീരം കൊണ്ടുവന്നു. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നിങ്ങളുടെ നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തിയത് എന്തിനാ? നിങ്ങളൊരു റീത്ത് വെക്കാൻ പോവാതിരുന്നത് എന്തുകൊണ്ടാ? നിങ്ങളതിൽ അനുശോചിക്കാതിരുന്നത് എന്തുകൊണ്ടാ? ആ സ്ത്രീ ക്രിസ്ത്യൻ ആയതുകൊണ്ടല്ലേ? അതൊരു മുസ്ലിം ആയിരുന്നെങ്കിലോ? അത് ഇസ്രയേലിൻ്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു സ്ത്രീ ആയിരുന്നെങ്കിലോ? കേരളം മുഴുവനും അതിൻ്റെ ആ മൃതശരീരവുമായി നിങ്ങൾ നടക്കുമായിരുന്നില്ലേ? എന്ത് സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് വോട്ട് ബാങ്കാണ് ലക്ഷ്യം. അതിന് കാരണം എന്താ? അതിന് കാരണം ലോകം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു. ആശയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു. ലോകത്ത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് പാവപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ലോകം വിളിച്ചു പറഞ്ഞു. റഷ്യ തകർന്നു. ലോകത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മുഴുവൻ തകർന്നു. സോഷ്യലിസം നടപ്പാക്കാത്ത ഉട്ടോപ്പിയൻ ആശയമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. അപ്പോൾ കേരളത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാൻ നിങ്ങൾ സംഘടിത മതത്തിൻ്റെ പിന്തുണ തേടി. ആ സംഘടിത മതം ഭീകരവാദികളാണെങ്കിലും, ആ സംഘടിത മതം രാജ്യവിരുദ്ധരാണെങ്കിലും, ആ സംഘടിത മതം രാഷ്ട്രവിരുദ്ധ വിധ്വംസക പ്രവർത്തനം നടക്കുന്നവരാണെങ്കിലും ഞങ്ങൾക്ക് വോട്ട് മതി എന്ന് ചിന്തിച്ചു. അതിൻ്റെ ഭാഗമായി നിങ്ങൾ മദനിയെ, എന്നാണെന്ന് ഞാൻ പറയേണ്ടതില്ല, മദനിയെ നിങ്ങൾ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചു. മദനിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചോദിച്ചു. മദനിക്ക് വേണ്ടി നിങ്ങൾ സംരക്ഷണ കവചമുണ്ടാക്കി.
മദനിക്ക് വേണ്ടി നിങ്ങൾ ചുവന്ന പരവതാനി വിരിച്ചു. മദനിയുടെ ചിത്രം വെച്ച് നിങ്ങൾ വോട്ട് ചോദിച്ചു. ആരായിരുന്നു മദനി എന്ന്? മദനിയുടെ കുടുംബവും മദനിയുടെ ഭാഷയും മദനിയുടെ വേഷവും മദനിയുടെ പ്രസംഗവും എല്ലാം ഈ കേരളക്കര കണ്ടതാണ്. നിങ്ങളുടെ രാജ്യവിരുദ്ധരുടെ കൂടെ നിന്നു. 2004 മുതൽ 2004 നിന്ന് 2009 ആയപ്പോൾ 2004 ഉണ്ടായിരുന്നതിൽ നിന്ന് നിങ്ങൾ താഴെ പോയി. പാർലമെന്റിൽ നിങ്ങളുടെ അംഗസംഖ്യ കുറഞ്ഞു. ഇന്ത്യയിൽ നിങ്ങളുടെ ഓരോ സംസ്ഥാനത്തിലും നിങ്ങളുടെ പാവപ്പെട്ട സഖാക്കന്മാർ നിങ്ങളെ വേർപിരിഞ്ഞു.